മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് അനുവദിച്ച ചിഹ്നത്തിന് എൻ.സി.പി ശരത് പവാർ വിഭാഗത്തിന്റെ ചിഹ്നവുമായി സാമ്യമുണ്ടെന്ന് പരാതി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, എന്താണ് ഈ പരാതിയിലേക്ക് നയിച്ച ആശയക്കുഴപ്പം? നമുക്കറിയാം, എൻ.സി.പി പിളർന്നതിന് ശേഷം എൻ.സി.പിയുടെ പരമ്പരാഗത ചിഹ്നം അത് അജിത് പവാറിന് ലഭിക്കുകയും ശരത് പവാറിന് താൽക്കാലികമായി ഒരു ചിഹ്നം അനുവദിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് കാഹളം മുഴക്കുന്ന മനുഷ്യൻ, കൊമ്പ് വിളിക്കുന്ന മനുഷ്യൻ എന്നുള്ള ചിഹ്നം ശരത് പവാർ പക്ഷത്തിന് കിട്ടുന്നത്. ഏതാണ്ട് ഇതേപോലെയുള്ള ഒരു വാദ്യോപകരണത്തിന്റെ ചിഹ്നമാണ് ഇതേ മണ്ഡലത്തിൽ ബാരാമതിയിലുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരിക്കുന്നത്. ബാരാമതി നമുക്കറിയാം, പവാർ കുടുംബത്തിനകത്തെ പോരാട്ടം നടക്കുന്ന ഇടമാണ്. ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെയും ഒപ്പം അജിത് പവാറിന്റെ ഭാര്യ സുനേത്രയും തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടക്കുന്ന ഇടമാണ്. അവിടെ ശരത് പവാർ പക്ഷത്തോട് അതേ സമാനമായ തരത്തിലുള്ള ഒരു ചിഹ്നമാണ് യൂനിസ് ഷെയ്ഖ് എന്ന അവിടുത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ളത്. ഒരു വാദ്യോപകരണം, അതിന്റെ ചിഹ്നമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വോട്ടർമാർക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശരത് പവാർ പക്ഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇപ്പോൾ സമീപിച്ചിട്ടുള്ളത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി ഈ വൈകിയ വേളയിൽ ഏതെങ്കിലും തരത്തിലൊരു തീരുമാനം എടുക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ശ്രീനാഥ്, ഈ ആശയക്കുഴപ്പം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന ആശങ്കയുണ്ടോ ശരത് പവാർ പക്ഷത്തിന്? ശരത് പവാർ പക്ഷത്തിനും അജിത് പവാർ പക്ഷത്തിനും അവരുടെ ശക്തി തെളിയിക്കേണ്ട തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതിൽ ബാരാമതി ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ്. പരമ്പരാഗതമായി ശരത് പവാറിന്റെ ഒരു കോട്ടയെ നിൽക്കുന്ന മണ്ഡലം. ശരത് പവാർ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുമാറി നിന്നപ്പോൾ പിന്നീട് മകൾക്ക് ആ മണ്ഡലം നൽകുന്നു. സുപ്രിയ സുലെ തുടർച്ചയായി വിജയിക്കുന്ന മണ്ഡലം. അവിടെയാണ് അജിത് പവാർ തന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതോടെ ഒരു അഭിമാന പോരാട്ടമായി ആ മണ്ഡലം മാറി. അവിടെയാണ് ശരത് പവാർ പക്ഷത്തിന്റെ ചിഹ്നത്തോട് സാമ്യമുള്ള ഒരു ചിഹ്നം സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിലൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കി ഒരുപക്ഷെ ഈ പോരാട്ടം കനക്കുകയും വളരെ കുറഞ്ഞ വോട്ടുകളുടെ മാർജിനിൽ ഒരു സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അപ്പോൾ ഇതൊരു പ്രശ്നമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ശരത് പവാർ പക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നത്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങളുമായി ചേർന്നത്.